കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ യേശു പിന്നീട് യുഗങ്ങളായി ദൈവത്തെ കാത്തിരിക്കുന്ന ജനത്തോട് വ്യക്തമാക്കി, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും എന്ന്. മർക്കോസ് 1:15. ഏതൊരുവനും ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ സ്വയം ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ജീവിതത്തിലെ തിരക്കിനിടയിൽ നിന്ന് മാറി കർത്താവായ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കേവൂസ് ജനത്തിരക്ക് തടസ്സമായപ്പോൾ തൻ്റെ ഉയരക്കുറവിനെയും അതിജീവിച്ച് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഈ ആഗ്രഹം യേശു അവനെ കാണാനും അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനും ഇടയാക്കി. അവൻ അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ യേശു ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കി പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്. കർത്താവായ യേശുവിനെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞിട്ടുള്ളത് മറിയമല്ലാതെ മറ്റ് ആരാണ്? അവൾ പ്രസവിച്ച് വളർത്തിയ ശിശുവാണ് കർത്താവായ യേശു. ഗബ്രിയേൽ ദൈവദൂതനിൽ നിന്ന് ദൂത് ലഭിച്ചതു മുതൽ അവൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു രഹസ്യമുണ്ട്. തൻ്റെ പുത്രൻ സകല ജനത്തിനു വേണ്ടിയുള്ള ദൈവപുത്രനാണ്. ഈ രഹസ്യം എന്നും മൂടിവെക്കപ്പെടേണ്ടതല്ല, ലോകത്തിൽ പരസ്യമാകേണ്ടതാണ്. വിരുന്നിനിടയിൽ വിഭവം തീർന്നു പോയപ്പോൾ പരസ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല സമയവും അതിനുള്ള വേദിയും ഇതായിരിക്കും എന്ന് ആ അമ്മ കണക്ക് കൂട്ടിയെങ്കിൽ ആർക്ക് തെറ്റു പറയാനാകും? ഇത്രയും ജനം ഒന്നിച്ചു കൂടുകയും ആ ജനത്തിന് നടുവിൽ ഒരു കുടുംബത്തിന് വേണ്ടി ഒരത്ഭുതം നടക്കുകയും ചെയ്താൽ ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥയായി മാതാവ് മാറി. മകൻ ദൈവപുത്രനാണെന്നും രക്ഷകനാണെന്നും പരസ്യമാക്കുവാൻ ഇതിനേക്കാൾ നല്ല ഏത് സന്ദർഭമാണുള്ളത് എന്ന് ആ അമ്മ, കുടുംബിനിയായ ആ അമ്മ ചിന്തിച്ചതിൽ തെറ്റില്ലല്ലോ. എന്നാൽ യേശു അമ്മയോട് പറഞ്ഞു, സമയമായിട്ടില്ല. എങ്കിലും അമ്മയുടെ മനസ്സറിഞ്ഞ മകൻ അമ്മയുടെ അനുഗ്രഹത്തിന് എതിരായി നിന്നില്ല. അതുകൊണ്ട് അമ്മയുടെ ഇടപെടൽ മൂലം, അമ്മയുടെ മാധ്യസ്ഥം മൂലം ആ കുടുംബത്തിന് ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ ദൈവം കർത്താവായ യേശു വഴി പ്രദാനം ചെയ്തു. ആ മാധ്യസ്ഥം വഹിച്ച അതേ പരിശുദ്ധ അമ്മയാണ് കത്തോലിക്കാ സഭയുടെ മധ്യസ്ഥയായി കത്തോലിക്കർ വണങ്ങുന്നത്. തിരുസഭ മാതാവ് എന്നുള്ള വിശേഷണ പദവി കൊടുത്ത് അലങ്കരിക്കുന്നത്. മാതാവ് ഒരിക്കലും കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. മാതാവ് മധ്യസ്ഥം മാത്രം വഹിക്കുന്ന, കർത്താവിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു നല്ല സ്പീഡ് പോസ്റ്റ്, ലൈറ്റ്നിങ് പോസ്റ്റ് മെസ്സഞ്ചറാണ്. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.